അപ്പോൾ ആ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അതാണ് അതിൻ്റെ ഉദ്ദേശം. കാര്യം നമുക്ക് ഐശ്വര്യം, സമ്പത്ത്, ശ്രീ ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. നമുക്ക് എപ്പോഴും കയ്യിൽ ഇങ്ങനെ പണം വന്നുകൊണ്ടേയിരിക്കും. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നേരെ കാലം നോക്കേണ്ട ആവശ്യമില്ല, വിവാഹം ഇങ്ങോട്ട് വരും. ആ ഉത്തമമായിരിക്കുന്ന വിവാഹം നടക്കുകയും ചെയ്യും. ഓം കലിയുഗം വന്നു ചേരുമ്പോൾ നിത്യവും ആരാധിക്കേണ്ടതായിരിക്കുന്ന 5 ദേവതമാരാണ് പുരാണങ്ങൾ പറയുന്നത്. ആ 5 ദേവതമാരെ നിത്യം നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ കലിയുഗത്തിലെ ദോഷങ്ങൾ നമ്മളെ ഏൽക്കില്ല എന്ന് പറയും. അത് ഒറ്റ സൂത്രവാക്യത്തിൽ പറയുമ്പോൾ ആദിത്യൻ, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം. അത് സൂത്രവാക്യത്തിൽ പറയുന്നതാണ്. സൂത്രം എന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് പറയുന്നത്, ഒറ്റ ശ്ലോകം ഓർമ്മിച്ചാൽ മതി. ആദിത്യൻ, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരൻ. അപ്പോൾ അത് നേരെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ എന്ത് വേണം, ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ ഗണേശം ജ, ദിനേശം ജ, വിഷ്ണു, ശിവം, ശിവ, അങ്ങനെ വരും. അപ്പോൾ ഓർഡർ അനുസരിച്ച് പറയുന്ന ശ്ലോകം അതാണ്. മറ്റേത് എളുപ്പത്തിന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗണേശം ജ, ദിനേശം ജ, വിഷ്ണു, ശിവം, ശിവ എന്ന് പറയും. അപ്പോൾ ആ 5 പേര് കൃത്യമായിട്ട് വന്നു. അപ്പോൾ അതിൽ നേരെ ഗണേശൻ ആണ് ആദ്യം. അപ്പോൾ ഗണേശനെ ആരാധിച്ചാൽ എന്താണ് ഫലം? എല്ലാ തടസ്സങ്ങളും നേരെ ഇല്ലാതെയായിട്ട് കിട്ടും. തടസ്സങ്ങൾ നീക്കാനാണ് ഗണേശനെ നമ്മൾ ആരാധിക്കുക. അപ്പോൾ അതിൽ ഗണേശനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഗണേശനെ തൃപ്തിപ്പെടുത്തുക? അപ്പോൾ അതിന് തന്ത്രശാസ്ത്രം പറയുന്നത് ഹവനപ്രിയോ ഗണേശ എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുക. ഹവനപ്രിയോ ഗണേശ. ഇപ്പോൾ ഗണപതിക്ക് ഇഷ്ടം ഹോമമാണ് എന്നാണ്. ഹവനം, ഗണപതി ഹവനാണ് പ്രധാനം. ഗണപതിക്ക് പുഷ്പാഞ്ജലിയോ അതല്ലെങ്കിൽ നേരെ മറ്റു കാര്യങ്ങളോ അല്ല, ഹോമമാണ് ഗണപതിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഗണപതി ഹോമം നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഗണപതി ഹോമത്തിൽ നമ്മൾ ദ്രവ്യങ്ങളൊക്കെ നേരെ സമർപ്പിക്കും. അപ്പോൾ സമർപ്പിക്കുമ്പോൾ അതെല്ലാം ഗണപതി സ്വീകരിക്കും. അപ്പോൾ ആ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അതാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തടസ്സം വന്നാൽ ആ തടസ്സം ചിലപ്പോൾ ഒരാളായിരിക്കും നിൽക്കുക. അപ്പോൾ നമുക്ക് ഉദ്യോഗത്തിലൊരു പ്രൊമോഷൻ വരണം. അപ്പോൾ അതിൽ നമുക്ക് കിട്ടാനായിട്ട് തടസ്സം ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിരിക്കാം. അപ്പോൾ നമുക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന, നമുക്ക് എതിര് നിൽക്കുന്ന, നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വിഘാതമായിട്ട് നിൽക്കുന്ന ആളുകളെ പോലും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ്. അപ്പോൾ ശത്രു മിത്രമായിട്ട് തീരും. അതാണ് ഗണപതിയെ ഹോമത്തിലൂടെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് കിട്ടുക എന്നിങ്ങനെ പറയും. അതാണ് ഗണപതി ഹോമത്തിൻ്റെ മന്ത്രവും അപ്രകാരം തന്നെയാണ്. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ മന്ത്രത്തിൽ പറയുമ്പോൾ നേരെ ഗണപതിയുടെ ബീജാക്ഷരങ്ങൾ ആദ്യം പറയും. അപ്പോൾ അതിൽ ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയെ വരവരത സർവജനമ്മേ വശം ആനയ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് ഗണപതി ഹോമത്തിൽ നേരെ എല്ലാം സമർപ്പിക്കുക. നെയ്യായാലും അവിലായാലും നാളികേരമായാലൊക്കെ സമർപ്പിക്കാം. സർവജനമ്മേ വശം ആനയ സ്വാഹ. എല്ലാ ആളുകളും എന്നിലേക്ക് വശമാകണം, വശ്യപ്പെടണം, എനിക്കെതിരായിട്ട് ആരും ഉണ്ടാകരുത് എന്നാണ്. അതാണ് ഗണപതി ഹോമത്തിൻ്റെ മന്ത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ മന്ത്രം ജപിച്ചിട്ട് ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ എതിർക്കുന്ന എല്ലാവരും, എതിരാളികളൊക്കെ നമ്മുടെ അനുയായികളായിട്ട് മാറും. അതുകൊണ്ടാണ് വലിയ വലിയ ഉയർന്ന ആളുകളും വലിയ ഉദ്യോഗസ്ഥന്മാരായാലും മന്ത്രിമാരൊക്കെ ഗണപതി ഹോമം ചെയ്യിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഏത് സംരംഭം തുടങ്ങുമ്പോഴും ഗണപതി ഹോമം ചെയ്യിച്ചാൽ അതിന് വിഘാതമായിട്ട് ആരും നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗണപതി ഹോമം ചെയ്തിട്ട് നേരെ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്, ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഹോമങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെ പ്രസാദമുണ്ട് എന്നാണ് പറയാം.
അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം എന്താണ്? അത് കരിപ്രസാദമാണ്. അപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞ് ഗണപതി ഭക്ഷിച്ച ശേഷം ആ ഹോമകുണ്ഡത്തിലെ കരി എടുത്തിട്ട് ചാലിച്ചിത്തിരി നെയ്യും കൂട്ടി ചാലിക്കണം. അപ്പോൾ നെയ്യും കൂട്ടി ചാലിച്ചിട്ട് അത് നമ്മുടെ നെറ്റിയിൽ ഭ്രൂമധ്യത്തിൽ തൊടണം എന്നാണ് കണക്ക്. 2 പുരിയക്കൊടികളുടെ മധ്യഭാഗത്ത് ആ ഗണപതി ഹോമത്തിലെ കറുത്ത പ്രസാദം, കരിപ്രസാദം തൊടണം. അപ്പോൾ ആ കരിപ്രസാദം തൊട്ടിട്ട് നമ്മുടെ ഒരാളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും ഒന്നുകിൽ മിണ്ടാതെ പോകും, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വഹിച്ചിരിക്കും. അതാ ഗണപതിയുടെ ആ വശ്യതയാണ്. അതാണ് സർവജനമേ വശം ആനയ എന്ന് പറയുന്നത്. അതാണ് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം എടുത്തിട്ട് നേരെ ഭ്രൂമധ്യത്തിൽ വട്ടത്തിലാണ് തൊടേണ്ടത് എന്നാണ്. അതാണ് കരിപ്രസാദം തൊടണം. ആ കരിപ്രസാദം തൊടുമ്പോഴേ പൂർണ്ണ ഫലം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഗണപതി ഹോമം കഴിക്കാനായിട്ട് നേരെ വഴിപാടിന് പൈസ കൊടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. ആ കരിപ്രസാദം എടുത്ത് നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവരെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ്. അതാണ് പ്രഥമദേവനായിരിക്കുന്ന ഗണേശൻ. അപ്പോൾ 5 ദേവന്മാരിൽ ആദ്യം ഗണേശനാണ്. ഗണേശം ച എന്ന് പറയും. അപ്പോൾ ഗണേശനെ ആരാധിക്കേണ്ടത് ഹോമത്തിലൂടെയാണ്. അതാണ് മന്ത്രവും ഹോമവിധികളൊക്കെ തന്നെ അങ്ങനെയാണ്. രണ്ടാമത്തെ ദേവനാണ് ആദിത്യൻ. അതാണ് ദിനേശൻ എന്ന് പറയാം. ദിനേശനെ എന്തിനാണ് ആരാധിക്കുന്നത്? ദിനേശനെ ആരോഗ്യത്തിനാണ് ദിനേശനെ ആരാധിക്കുക. അപ്പോൾ ആരോഗ്യം ദദാതു എന്നാണ് പറയാം. അപ്പോൾ സൂര്യനെ ആരാധിച്ചാൽ നേരെ അപ്പോൾ ദിവാകരൻ ആരോഗ്യം ദദാതു എന്നാണ് പറയാം. ആരോഗ്യം തരുന്നത് ദിവാകരനാണെന്നാണ്. അപ്പം അതുകൊണ്ട്, കാരണം രാവിലത്തെ സൂര്യപ്രകാശം അത് ഏൽക്കണം എന്നാണല്ലോ പറയാം. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സൂര്യോദയത്തിൽ സൂര്യരശ്മികൾ വരുമ്പോൾ ഏറ്റവും നല്ലത് മഴക്കാലത്ത് സൂര്യോദയം ഉണ്ടാവില്ല. സൂര്യോദയം ഉദിച്ചു വന്ന സമയം നോക്കിയാൽ മതി. അപ്പോൾ രാവിലെ എന്നിട്ട് സൂര്യനെ എന്തിനാണ് സൂര്യൻ നേരെ അനുഗ്രഹിക്കുന്നത്? നമസ്കാരപ്രിയോ സൂര്യ എന്നാണ് പറയാം. അപ്പോൾ സവിതാവ് സൂര്യൻ നമസ്കാരപ്രിയനാണ്. വേറെ അതിൽ പൂജകളും ഒന്നും ആവശ്യമില്ല, പാൽപ്പായസ്വഭാവവും ഇല്ല. പക്ഷേ നമസ്കാരപ്രിയോ എന്നാണ് പറയാം. സൂര്യനെ നമസ്കരിക്കണം. അപ്പോൾ അത് ഒന്ന് പോരാ, 12 സൂര്യ നമസ്കാരങ്ങളാണ് സാധാരണയുള്ളത്. അപ്പോൾ അതിൽ 12 നാമങ്ങൾ ചൊല്ലിയിട്ട്, കാരണം സൂര്യന് 12 പ്രധാന നാമങ്ങളുണ്ട്. ഒരുപാട് നാമങ്ങളുണ്ട്. അതിൽ 12 നാമങ്ങളുണ്ട്. ആ 12 നാമങ്ങളും ചൊല്ലിയിട്ട് 12 സൂര്യ നമസ്കാരം നിത്യേന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ടാകുന്നതാണ്. സൂര്യ നമസ്കാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ യോഗവിദ്യയും ഈ സൂര്യ നമസ്കാരത്തിലുണ്ട് എന്നാണ്. അപ്പോൾ എല്ലാ യോഗാസനങ്ങളും എല്ലാ യോഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരേ ഒന്നാണ് സൂര്യ നമസ്കാരം. കയ്യിനും കാലിനും കണ്ണിനും അതേപോലെ കണ്ഠത്തിനും ഒക്കെ തന്നെ വിധിപ്രകാരം സൂര്യ നമസ്കാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ യോഗങ്ങളും യോഗാസനത്തിലും ചെയ്ത ഫലം കിട്ടും, ആരോഗ്യം നമുക്ക് കിട്ടും. അതാണ് ആരോഗ്യം ദദാതു സവിത എന്ന് പറയാൻ കാരണം. അപ്പോൾ സൂര്യൻ നമുക്ക് ആരോഗ്യം തരണം. അതിന് നമസ്കാരപ്രിയോ എന്നാണ് പറയാം. നമസ്കാരപ്രിയനാണ്. അതാണ് സൂര്യനെ നമസ്കരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ 108 സൂര്യ നമസ്കാരം ചെയ്യുന്ന പഴയ ചില ആളുകളുണ്ട്. അവർക്കൊക്കെ ആരോഗ്യം ഉണ്ടാവും. അതേപോലെ എല്ലാ ആഹാരങ്ങളും ദഹിക്കും. അപ്പോൾ കഴിച്ച ആഹാരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ ദേവൻ എന്നാണ് പറയുന്നത്. പിന്നെ വിഷ്ണു ആണ് മൂന്നാമത്തെ ദേവൻ. അപ്പോൾ വിഷ്ണു നേരെ എങ്ങനെയാണ് പ്രസാദിക്കുക? അപ്പോൾ മഹാവിഷ്ണുവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം? വിഷ്ണുവിനെ കുറിച്ച് പറയുന്നത് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? അലങ്കാരപ്രിയോ വിഷ്ണു എന്നാണ്. അലങ്കാരപ്രിയോ വിഷ്ണു എന്ന് പറയും. വിഷ്ണുവിന് അലങ്കാരമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് വിഷ്ണുവിന് നേരെ കളഭം ചാർത്തൽ വളരെ പ്രധാനമാണ്. അപ്പോൾ വിഷ്ണുവിനെ കളഭം ചാർത്തുക, മുഖം ചന്ദനം ചാർത്തുക, അലങ്കരിക്കലാണ്. അതേപോലെ തന്നെ നിറമാല, ആ നിറച്ച് വിളക്കുകളൊക്കെ കൊളുത്തുക, വലിയ മാല ഇടുക, താമരമാല തുടങ്ങിയിട്ടിട്ട് വിഷ്ണുവിനെ അലങ്കരിക്കണമെന്നാണ്. അതാണ് അലങ്കാരപ്രിയോ വിഷ്ണു എന്ന് പറയാം. അപ്പം എന്തിനാണ് വിഷ്ണുവിനെ ആരാധിക്കുന്നത്? വിഷ്ണുവിനെ ആരാധിക്കുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ കൂടെ വരുന്നത് ലക്ഷ്മി ദേവിയാണെന്നാണ്. അപ്പോൾ വിഷ്ണുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ വിഷ്ണു നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ ഇതേപോലെ അലങ്കാരങ്ങളെ കൊണ്ട്, അപ്പോൾ വിഷ്ണുവിന് നേരെ മുഖം ചന്ദനം ചാർത്തുക, ശരീരം മുഴുവൻ ചന്ദനം ചാർത്തുക, പൂർണ്ണമായിട്ട് ചന്ദനം ചാർത്തൽ വഴിപാടുണ്ട്. മുഖം മാത്രം ചന്ദനം ചാർത്താം. അപ്പോൾ
അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുഖം മാത്രം ചന്ദനം ചേർത്തുക, അല്ലെങ്കിൽ ആപാദ ചൂടൻ ചന്ദനം ചേർത്തുക, ആപാദയുടെ മാല, താമരമാല, തുളസിമാല. അപ്പോൾ തുളസിയും താമരയാണ് വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന മാലകൾ. അപ്പോൾ അതങ്ങനെ നേരെ ധരിപ്പിക്കുക. പിന്നീട് നിറച്ച് വിളക്ക് വയ്ക്കുക എന്നാണ്. അപ്പോൾ നേരെ ചുറ്റും ഭഗവാന്റെ ചുറ്റും വിളക്ക് ഇങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നേരെ പ്രസാദിക്കും. അതാണ് അലങ്കാരപ്രിയോ വിഷ്ണു എന്ന് പറയാൻ കാരണം. അപ്പോൾ വിഷ്ണുവിനെ ആരാധിച്ചാൽ എന്താണ്? വിഷ്ണുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഐശ്വര്യം, സമ്പത്ത്, ശ്രീ ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഐശ്വര്യം ഉണ്ടാകും, സമ്പത്തും നമുക്ക് ധാരാളം ഉണ്ടാകുന്നതാണ്. അപ്പം അതുകൊണ്ട് നേരെ മഹാദേവൻ പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്യം ദേവീ ഭാഗവതത്തിൽ എടുത്തു പറയുന്നുണ്ട്. ദേവീ ഭാഗവതത്തിൽ നേരെ ലക്ഷ്മി ആരാധന, അതേപോലെ ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ്? മഹാവിപത്തൗ സംസാരേ യസ്മരേൻ മധുസൂദന വിപത്തൗ തത്ര സമ്പത്തി ഭവേത് ഇത്യാഹ ശങ്കര എന്നാണ് പ്രമാണം. അപ്പോൾ മഹാവിപത്തൗ സംസാരേ, അപ്പോൾ ഈ ലോകത്തിൽ സംസാരത്തിൽ നമുക്ക് മഹാവിപത്തുണ്ടാകണ സമയത്ത് വലിയ ആപത്തുകൾ എന്തൊക്കെയാ? വലിയ ആപത്തുകൾ ഉദാഹരണത്തിന് നമ്മുടെ കഷ്ടകാലം പിടിച്ച സമയം വരും. അപ്പോൾ ശനി, 7.5 ശനി, കണ്ടകശനി, വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു നിൽക്കുക, അതേപോലെ തന്നെ രാഹുവിൻ്റെ കാര്യ ഉപദ്രവം, കേതുവിൻ്റെ ഉപദ്രവങ്ങളൊക്കെ വരിക, കേതു ദശാകാലം, ഇങ്ങനെയുള്ളതായിരുന്ന കാലത്ത് വരുമ്പോൾ എന്താണ്? നേരെ നമുക്ക് മഹാവിപത്താണെന്നാണ്. അതേപോലെ ജാതകവശാൽ നേരെ ഒരു ദശാസന്ധി വരും. അപ്പോൾ ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശയിലേക്ക് പോകുമ്പോൾ ദശാസന്ധിയിൽ ആപത്തുകൾ ഇങ്ങനെ വരും. അപ്പോൾ ദശാസന്ധി കാലം ആപത്ത് നിറഞ്ഞതാണ്. അതൊക്കെ മഹാവിപത്താണ്. അപ്പം ആ മഹാവിപത്തിൽ വിഷ്ണുവിനെ നമ്മൾ നേരെ ആരാധിച്ചാൽ അതാണ് മഹാവിപത്തൗ സംസാരേ യ സ്മരേൻ മധുസൂദന. മധുസൂദനൻ വെച്ചാൽ വിഷ്ണു, അപ്പോൾ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയാം. മധുസൂദന, മധുസൂദനനായിരിക്കുന്ന ആ സാക്ഷാൽ വിഷ്ണുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ നേരെ സ്മരിച്ചാൽ മതി എന്നാണ്. അപ്പോൾ സ്മരിക്കലും ആരാധനയും. വിപത്തൗ തത്ര സമ്പത്തി ഭവേത്, ആ മഹാവിപത്തിലും നമുക്ക് സമ്പത്തിന് യാതൊരു കുറവുണ്ടാവില്ല എന്നാണ്. നമുക്ക് എപ്പോഴും കയ്യിൽ ഇങ്ങനെ പണം വന്നുകൊണ്ടേയിരിക്കും. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിനെ ആരാധിച്ചാൽ വിഷ്ണുവിൻ്റെ കൂടെ ലക്ഷ്മിയും വരും എന്നാണ് നേരെ പ്രത്യേകിച്ച് നാരായണീയത്തിലൊക്കെ എടുത്തു പറയുന്ന കാര്യം. അതാണ് നേരെ വിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ വിഷ്ണു നേരെ അടുത്ത ദാസീഭാവത്തിലാണ് ലക്ഷ്മി ഇരിക്കുക. അപ്പം അതുകൊണ്ട് വിഷ്ണുവിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ ലക്ഷ്മി നമ്മുടെ ദാസീഭാവത്തിലേക്ക് വരുന്നതാണ്. എൻ്റെ ഭർത്താവിനെ വിട്ടു തരണേ എന്ന് പറയാനായിട്ട് നമുക്കിഷ്ടം പോലെ പണം തരും എന്നാണ് നാരായണീയത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പറയാം. അതാണ് നാരായണീയത്തിൽ വ്യാഖ്യാനം പറയുക. നേരെ എന്തിനാണ് വെറുതെ ഇങ്ങനെ അതൊക്കെ ഭജിക്കേണ്ടത്? വിഷ്ണുവിനെ ഭജിച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ നേരെ ഇങ്ങനെ ലക്ഷ്മിയും പോരും. അത് ലക്ഷ്മി എന്ത് ചെയ്യും? തൻ്റെ ഭർത്താവിനെ വിട്ടുകിട്ടണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ പണം തരും. അതാണ് നാരായണീയത്തിലെ ഒരു വ്യാഖ്യാനം, അങ്ങനെയാണ് പറയാം. അപ്പം അതുകൊണ്ടാണ് നേരെ വിഷ്ണുവിനെ ആരാധിക്കുന്നത്. നേരെ ഏത് ആപത്ത് വരുമ്പോൾ വിഷ്ണുവിനെ ആരാധിക്കണം. ആപത്ത് എങ്ങനെ ആരാധിക്കണം? അലങ്കാരപ്രിയോ വിഷ്ണു എന്ന് പറയും. പിന്നീട് അടുത്ത ദേവതയാണ് ശിവം എന്ന് പറഞ്ഞാൽ ശിവനാണ്, മഹാദേവനാണ്. അപ്പോൾ ആ സാക്ഷാൽ രുദ്രഭഗവാൻ. അപ്പോൾ മഹാദേവൻ ഇത് നാലാമത്തെ ദേവൻ മഹാദേവനാണ്. അപ്പം മഹാദേവൻ എന്തിനാണ് ആരാധിക്കുന്നത്? മഹാദേവനെ ആരാധിക്കുന്നത് ആയുസ്സിൻ്റെ ദോഷങ്ങൾ നീങ്ങാനായിട്ട്, ആയുർദോഷങ്ങൾ, അതേപോലെ തന്നെ അകാല മൃത്യു, അതൊക്കെ തന്നെ നീങ്ങിക്കിട്ടാനാണ് മഹാദേവനെ ഭജിക്കുക എന്നാണ്. അകാല മൃത്യു ഉണ്ടാകാം, അല്ലെങ്കിൽ മൃത്യു സമാനമായിരിക്കുന്ന രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ നേരെ മൃത്യു സമാനമായിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പം അതുകൊണ്ടാണ് നേരെ രുദ്രനെ ഭജിക്കുന്നത്, മഹാദേവനെ ഭജിക്കുന്നപ്പോഴെന്താണ്? നമ്മുടെ ആപത്തുകൾ നീങ്ങണം, അതേപോലെ അകാലമായിരിക്കുന്ന മൃത്യുഭയം ഒഴിവാക്കാനാണ്. മരിക്കും, എല്ലാവരും ജനിച്ചാൽ ഒരിക്കലും മരണം തീർച്ചയാണ്. പക്ഷേ നമുക്ക് മൃത്യുവിനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവും. എന്തു വന്നാലും മരിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാവും. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പല കർമ്മങ്ങളും ചെയ്യാതിരിക്കുന്നത്. ആപത്ത് വരുമോ എന്നുള്ളതായിരിക്കുന്ന പേടിയുണ്ടാവും. അപ്പോൾ ആ ശിവനെ എങ്ങനെ ആരാധിക്കണം? അതിനും തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന വിദ്യ എന്താണ്? അഭിഷേകപ്രിയോ രുദ്ര എന്നാണ് പറയാം. അഭിഷേകപ്രിയോ രുദ്ര. രുദ്രന് പുഷ്പാഞ്ജലിയൊന്നുമല്ല പ്രധാനം, രുദ്രന് അഭിഷേകമാണ് എന്ന്. ശിരസിൽ ജലം ഇങ്ങനെ ധാരയായിട്ട് ഒഴുകണം. അതാണ് 101 കുടം, 1001 കുടം,
അങ്ങനെ നിരവധി ആ കുടങ്ങളിങ്ങനെ ഒഴിക്കും തോറും നേരെ മഹാദേവൻ സന്തുഷ്ടനായിട്ട് തീരും. അഭിഷേക പ്രിയോ രുദ്ര എന്നാണ് പറയാം. അപ്പോൾ ആ അഭിഷേക പ്രിയോ രുദ്ര എന്ന് പറഞ്ഞ രുദ്രന് നേരെ ശിരസിൽ അങ്ങനെ ആ ജലം ധാരയായിട്ട് ഒഴിച്ചു കൊണ്ടിട്ടാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാന്നാണ്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുബന്ധനാൽ മൃത്യോർ മുക്ഷീയ മാമൃതാത്. അതാണ് ത്രയംബക മന്ത്രം എന്ന് പറയാം, അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം എന്നങ്ങോട്ട് പറയാം. അപ്പം അത് ജപിച്ചു കഴിഞ്ഞാൽ എന്താണ്, നേരെ ആപത്തുകൾ അല്ലെങ്കിൽ മൃത്യുഭയങ്ങളൊക്കെ എന്താണ്, നേരെ കാട്ടുവെള്ളരി നേരെ കുറേ മൂത്ത് പഴുത്താൽ തന്നെത്താൻ നടന്നു പോകുന്നതാണ്. അപ്പം അതേപോലെ നമ്മളെ ബാധിച്ചിരിക്കുന്നതായിരിക്കും ശത്രുക്കളോ അല്ലെങ്കിൽ ഭയമൊക്കെ തന്നെത്താൻ നടന്നങ്ങോട്ട് പോകും. നമ്മൾ അടത്തിക്കളയേണ്ട ആവശ്യമില്ല. അതാണ് നേരെ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ചില കാട്ടുവെള്ളരി എന്നാണ്. ഉർവാരുകം ഇവ ബന്ധനാൽ, ആ കാട്ടുവെള്ളരി ബന്ധനത്തിൽ നിന്ന് വള്ളിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്ന പോലെ സ്വയം അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ടാണ് മൃത്യുഞ്ജയം ഈ ജലധാര ചെയ്യുമ്പോൾ ജപിക്കേണ്ടതായിരിക്കുന്നത് മൃത്യുഞ്ജയാണ്. അപ്പോൾ മഹാദേവന് നേരെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ 101 കുടം 1001 കുടമൊക്കെ തന്നെ ജലധാരയുണ്ട്. അപ്പോൾ ജലധാര ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മൃത്യുഭയങ്ങൾ ഒഴിഞ്ഞു പോകും. ആപത്ത് വരുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അപ്പോൾ ആപത്തിനെക്കുറിച്ച് നമുക്ക് ഭയമുണ്ടാവില്ല, ആപത്തൊട്ട് വരുമില്ല. അത് തന്നെത്താൻ ഇങ്ങനെ നമ്മളെ ബാധിച്ച ആപത്തുകളൊക്കെ ഇല്ലാതെയായിട്ട് അങ്ങോട്ട് തീരും. അതാണ് സാക്ഷാൽ അഭിഷേക പ്രിയോ രുദ്ര എന്ന് പറയാം. അതിൽ തന്നെ മഹാദേവന് സാധാരണഗതിയിൽ ജലധാരയാണ് നടക്കുക. ജലധാര വളരെ ശ്രേഷ്ഠമാണ്. കാരണം മഹാദേവൻ താണ്ഡവ നൃത്തം ചെയ്തു കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ തളർന്ന അവശനായിരിക്കുമ്പോഴാണ് സാക്ഷാൽ ഈ അഭിഷേകമൊക്കെ നടത്തുക. അതാണ് പ്രദോഷ സമയത്തിൻ്റെ കാര്യം. അതാണ് പ്രദോഷത്തിലാണ് നൃത്തം ചെയ്യുക. അതല്ലാത്ത സമയത്ത് മഹാദേവൻ്റെ ശിരസ് എപ്പോഴും തണുത്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. മഹാദേവൻ്റെ ശിരസിൽ അത്യുഗ്രമായിരിക്കുന്ന ചൂടാണ്. അപ്പോൾ ആ ചൂടിനെ ഇല്ലാതാക്കാൻ എന്ത് വേണം, എപ്പോഴും ധാരയായിട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അതാണ് ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാര സമയത്ത് ധാര ചെയ്യും. അത് കഴിഞ്ഞാൽ നേരെ മുകളിലൊരു പാത്രം കെട്ടിത്തൂക്കിയിട്ട് അതിൽ വെള്ളം നിറയ്ക്കും, ചെറിയ ദ്വാരം ഇടും. അപ്പോൾ മഹാദേവൻ്റെ ശിരസിൽ എപ്പോഴും വെള്ളം വീണുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ഗംഗ ഇങ്ങനെ വീഴുന്നത് മാതിരി മഹാദേവൻ്റെ ശിരസിൽ എപ്പോഴും ജലം പതിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് മുകളിൽ വെള്ളം കെട്ടിത്തൂക്കിയ ഒരു പാത്രവും ചെറിയ ദ്വാരവും ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ദർഭയുടെ ഒരു കഷ്ണം മഹാദേവൻ്റെ ശിരസിലേക്ക് വരാൻ വേണ്ടിയിട്ടിടും. അപ്പോൾ ഭഗവാന്റെ ആ ശിരസ് നേരെ എപ്പോഴും നനഞ്ഞിരിക്കണം, തണുത്തിരിക്കണമെന്നാണ് പറയാം. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ശിവാരാധന ചെയ്യുമ്പോൾ നേരെ നമുക്ക് പലപ്പോഴും നേരെ നിരന്തരമായിരിക്കുന്ന തലവേദന വരും. തലവേദന, അതുപോലെ കണ്ണിന് അസുഖം. അപ്പോൾ ശിവനെ സംബന്ധിച്ചിട്ട് ശിവൻ നേരെ സൂര്യൻ്റെയും അധിപനാണ്, സൂര്യൻ്റെ ദേവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സകല നേത്രരോഗങ്ങൾക്കും നേരെ ശിവ ആരാധിക്കണമെന്നാണ്. അതിന് ഏറ്റവും നല്ല എന്താണ്, ശിവന് അഭിഷേകമാണ്. അപ്പോൾ അഭിഷേകം നടത്തി കഴിഞ്ഞാൽ നേത്രരോഗങ്ങൾ, ശിരോരോഗങ്ങൾ, പ്രത്യേകിച്ചും നിരന്തരമായിട്ട് വിട്ടുമാറാത്ത തലവേദനയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ തലവേദന ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ പതുക്കെ ചിലപ്പോൾ മെനിഞ്ചൈറ്റിസ് ആയിട്ട് മാറാം. അപ്പം അങ്ങനെയൊക്കെ വരണ സമയത്ത് കണ്ണിന് കാഴ്ച കുറയാം. അപ്പം അങ്ങനെയൊക്കെ വരണ സമയത്ത് വേണം നേരെ ശിവന് ധാര ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ശിവന് ധാര കോരിയിട്ട് നേരെ നിരന്തരമായിട്ട് എല്ലാ ദിവസവും നടത്താം, അല്ലെങ്കിൽ നമ്മുടെ പിറന്നാൾ തോറും നടത്താം. അപ്പോൾ അതാണ് സാധാരണഗതിയിലുള്ളതായിരിക്കുന്ന ആ ശിവൻ സന്തോഷിക്കുക. ശിവൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി, തലച്ചോറിന് നല്ല ബുദ്ധി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാകും. അതാണ് എപ്പോഴും നമ്മുടെ ശിരസ് നേരെ ചൂടാവില്ല എന്നുള്ളതാണ് ആ ശിവാരാധന കൊണ്ട് ഉദ്ദേശിക്കുക. അതാണ് നേരെ അഭിഷേക പ്രിയ രുദ്ര ശിവം എന്ന് പറയാൻ കാരണം. അപ്പോൾ ശിവന്റെ ആരാധനയിൽ ശിവന് പ്രിയപ്പെട്ടതായിരിക്കുന്ന വസ്തുക്കളുണ്ട്. ഏറ്റവും കൂടുതൽ ശിവന് ധാര ചെയ്യാനായിട്ട് ശിവന് അഷ്ടാഭിഷേകമൊക്കെ ഉണ്ട്. അപ്പോൾ അഷ്ടാഭിഷേകം ചെയ്യാം. അതേപോലെ തന്നെ 12 ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യും. അപ്പോൾ അഭിഷേകമൊക്കെ ഉണ്ട്. പക്ഷേ ശിവന് ജലധാര, പിന്നെ ജലധാര കഴിഞ്ഞാൽ പാല് കൊണ്ടാണ് ശിവനിഷ്ടം എന്നാണ് പറയാം. അപ്പം നാശാൽ നല്ല പശുവിൻ പാല്, അപ്പോൾ സാധാരണ ഗോമാതാവിൻ്റെ പശുവിൻ പാല്, ആ പാല് കൊണ്ട് ശിവനിങ്ങനെ ധാര കോരിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഏത് കാര്യവും നടക്കും. പാല് കൊണ്ട് ധാര കോരണം എന്നാണ് പറയാം.
അപ്പോൾ അതാണ് മറ്റേ ക്ഷീരധാരയ്ക്ക് വലിയ പ്രാധാന്യം. അത് പല ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നേരെ ആലുവ പുഴയിലുള്ളതായിരിക്കുന്ന ശിവന്റെ ക്ഷേത്രത്തിലൊക്കെ ആ ജലധാര ക്ഷീരധാരയ്ക്ക് പ്രധാനമാണ്. അപ്പോൾ ആ ക്ഷീരധാര സാധാരണ അവിടെയൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ വ്യാഴാഴ്ചയ്ക്ക് പ്രാധാന്യം എന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച ക്ഷീരധാരയ്ക്ക് എന്താ പ്രാധാന്യം? വ്യാഴം എന്ന് വെച്ചാൽ ഗുരുവാണ്, ശിവനാണ് ഗുരു. അപ്പോൾ ദക്ഷിണാമൂർത്തിയാണ് ഗുരു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബൃഹസ്പതി അപ്പോൾ ദക്ഷിണാമൂർത്തി ഭാവത്തിലിരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാഴാഴ്ച ഗുരുദേവന്റെ ഗുരു വെച്ചാൽ ഗുരുവിൻ്റെ ദിവസമാണ്. അപ്പോൾ ആ ലോകഗുരുവായിരിക്കുന്ന ശിവന്റെ ദിവസം നമ്മൾ പാലുകൊണ്ട് അഭിഷേകം ചെയ്താൽ ഏത് നടക്കാത്ത കാര്യവും നടക്കും എന്നുള്ളതാണ്. അപ്പം അത് അനുഭവങ്ങളുടേതായിരിക്കുന്ന ആ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിവാഹമൊക്കെ നടക്കാതിരിക്കാൻ. അപ്പോൾ ജാതകദോഷം കൊണ്ട് നേരെ വിവാഹം നടക്കാതെ വരുന്നതാണ്. കാരണം വിവാഹത്തിന് ഒരു സമയങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയം കഴിഞ്ഞാൽ വിവാഹം പിന്നെ നീണ്ടു പോകുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാൻ? ഇപ്പോൾ വിവാഹങ്ങൾ സാധാരണ നടക്കുന്നത് സാധാരണഗതിയിൽ ഒന്ന് രാഹുർ ദശാകാലത്തിൻ്റെ അവസാനത്തിൽ വിവാഹം നടക്കും, ആദ്യത്തിലും നടക്കും. പിന്നീട് ശനിദശയുടെ അവസാന കാലത്തും നടക്കും. വ്യാഴദശാകാലത്തിലേക്ക് ആ ദശാകാലം വിട്ട് അപ്പുറത്തേക്ക് വരുമ്പോഴോ വ്യാഴദശാകാലത്ത് വിവാഹം ചിലർക്ക് ഉണ്ടാവില്ല എന്ന് വരും. അപ്പോൾ ദശാസന്ധികളൊക്കെ നോക്കിയിട്ട് ഈ ദശയിൽ ഉണ്ടാവില്ല, അടുത്ത ദശയിലേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നേരെ കാലചക്രത്തിൻ്റെ ആ ദശാകാലങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ചമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, പ്രത്യേകിച്ച് വിവാഹാദി കാര്യങ്ങൾ. ആ വിവാഹാദി കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന സമയത്ത് എന്ത് വേണം? അതിന് നേരെ വിവാഹം സമയം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞേ വിവാഹം കഴിക്കുള്ളൂ, കല്യാണം നടക്കുള്ളൂ എന്നൊക്കെ ജ്യോതിഷത്തിൽ പറയും. അപ്പോൾ നേരെ 23-ാമത്തെ വയസ്സിൽ നടന്നില്ലെങ്കിൽ പിന്നെ 29-ാമത്തെ വയസ്സ് കഴിയണം എന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ദുഃഖം വരും. അപ്പം അതിൽ ദുഃഖിക്കേണ്ട. അതിന് നേരെ മഹാദേവൻ്റെ ലിംഗത്തിൽ, ശിവലിംഗത്തിൽ ക്ഷീരം കൊണ്ട് പാല് കൊണ്ട് വ്യാഴാഴ്ച നേരെ അഭിഷേകം ചെയ്താൽ മതി എന്നാണ് നേരെ തന്ത്രശാസ്ത്രത്തിൽ പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നേരെ കാലം നോക്കേണ്ട ആവശ്യമില്ല, വിവാഹം ഇങ്ങോട്ട് വരും, ആ ഉത്തമമായിരിക്കുന്ന വിവാഹം നടക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണഗതിക്ക് നേരെ ക്ഷേത്രങ്ങളിലൊക്കെ അത് ചെയ്യാം. അല്ലെങ്കിൽ ചില ആളുകൾ നേരെ വീട്ടിൽ ശിവലിംഗം വെച്ച് പൂജിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഇപ്പം ശിവാരാധന നേരെ ക്ഷേത്രത്തിൽ ബ്രാഹ്മണം ചെയ്യണം, അങ്ങനെ നിർബന്ധങ്ങളില്ല. ശിവനെ ആർക്കും ആരാധിക്കാമെന്നാണ്. അപ്പോൾ വീട്ടിൽ ശിവലിംഗം വെച്ച് ശുദ്ധമായിരിക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിവലിംഗത്തിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ക്ഷീരധാര. അപ്പം അല്ലെങ്കിൽ ഒരാളെ വിളിച്ച് വീട്ടിലെ ശിവലിംഗത്തിൽ നേരെ ധാര നടത്തിയാൽ മതി വ്യാഴാഴ്ച തോറും. അപ്പോൾ വ്യാഴാഴ്ച തോറും നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് നടക്കാത്ത കാര്യങ്ങളും നടക്കും. അതാണ് ആ ശിവാരാധനയുടെ പ്രത്യേകത. അപ്പം അതാണ് നേരെ അഭിഷേക പ്രിയോ രുദ്ര എന്ന് പറയാൻ കാരണം. പിന്നെ ശിവൻ പ്രസാദിക്കുന്നത് എന്താണ്? ശിവൻ പ്രസാദിക്കുന്നത് നേരെ കൂവളത്തിൻ്റെ ഇല മഹാദേവൻ്റെ ശിരസിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ പ്രസാദിക്കുക. അപ്പം ധാരയെല്ലാം കഴിഞ്ഞ് അഭിഷേകം എല്ലാം കഴിഞ്ഞിട്ട് ഒരു കൂവളത്തിൻ്റെ ഇല നേരെ ശിവന്റെ മൂർധാവിൽ വെക്കണം എന്നാണ് പറയാം. അപ്പോൾ ശിവന്റെ മൂർധാവിൽ വെച്ച് കഴിഞ്ഞാലോ ശിവൻ സന്തോഷിക്കുന്നതാണ്. അതാണ് ബില്വാഷ്ടകം എന്നുള്ള ശിവസ്തുതിയുണ്ട്. ബില്വാഷ്ടകത്തിൽ പറയുന്നതാണ് ഏകബില്വം ശിവാർപ്പണം എന്നാണ്. ഏകബില്വം മതി, ഒറ്റ ആ പുഴുക്കുത്തില്ലാത്തതായിരിക്കുന്ന കൂവളത്തിൻ്റെ ഇല മതി. അത് ഏകബില്വം ശിവാർപ്പണം എന്ന് പറയും. ആ ഒരു കൂവളത്തിൻ്റെ ഇല, ബില്വത്തിൻ്റെ ഇല ശിവന്റെ ശിരസിൽ വെച്ച് കഴിഞ്ഞാൽ ശിവന് സന്തോഷമായി എന്നാണ്. അപ്പോൾ അനേക കർമ്മങ്ങളും യാഗങ്ങളും ചെയ്ത ഫലം മുഴുവൻ തന്നെ ഏകബില്വം ശിവാർപ്പണം. അപ്പോൾ ശിവൻ കൂവളത്തില കൊണ്ട് ശിവന്റെ ശിരസിൽ കൂവളത്തിൽ വയ്ക്കുക, നേരെ ജലധാര ക്ഷീരധാര അത് ചെയ്യാം. പിന്നെ വിളക്ക്, അപ്പോൾ മുൻവിളക്ക് പിൻവിളക്കും വേണം എന്നാണ് പറയാം. കാരണം ശിവന്റെ പുറകിലാണ് പാർവതിയുടെ സ്ഥാനം. അപ്പം അതുകൊണ്ട് പിന്നിലും നമ്മൾ വിളക്ക് വയ്ക്കും, മുന്നിലും വിളക്ക് വയ്ക്കുന്നതാണ്. കാരണം ശിവനെ സംബന്ധിച്ചിടത്തോളം ശിവൻ നേരെ പ്രകാശത്തിലാണ് സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ എത്ര ദീപം കണ്ടാലും ശിവന് സന്തോഷം കൂടുതലുള്ളൂ. അപ്പോൾ ശിവനെ സന്തോഷിപ്പിക്കാനായിട്ടാണ് നേരെ ഒന്ന് ധാര, പിന്നീട് കൂവളത്തിൻ്റെ ഇല ശിരസിൽ വയ്ക്കുക, അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല കൊണ്ട് നേരെ ശിരസിലേക്ക് അഭിഷേകം ചെയ്യുക. ഒരു കൂവളത്തിൽ വെച്ചാൽ മതി, ശിരസിൽ വെച്ചാൽ മതി. അതേപോലെ മുൻവിളക്ക് പിൻവിളക്ക് ചുറ്റും എല്ലായിടത്തും വിളക്ക് വയ്ക്കാന്നാണ്. അപ്പോൾ നേരെ ദീപങ്ങളെ കൊണ്ട് നേരെ ശിവൻ സന്തോഷിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകമായിട്ട് പറയാം. അപ്പം അങ്ങനെ വെച്ചാൽ ഏത് കാര്യങ്ങളും നമുക്ക് നടക്കും.
പ്രത്യേകിച്ച് ഉദ്ദിഷ്ടമായ എല്ലാ കാര്യങ്ങളും നടക്കും. അതേപോലെ ആപത്തുകൾ ഒഴിഞ്ഞങ്ങോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് ചില സമയത്ത് നമുക്ക് ഏതെങ്കിലും ആപത്ത് വരും, കൈയും കാലൊക്കെ തളർന്നു പോവുക, കണ്ണിന് കാഴ്ച പോവുക, ശിരസിന് തലവേദന, വിട്ടുമാറാത്ത തലവേദന, ഇതെല്ലാം നേരെ തീരുന്നത് ഈ തരത്തിലുള്ള ശിവാരാധന കൊണ്ടാണ്. അഞ്ചാമത്തെ ദേവിയാണ് ശിവ എന്നാണ് പറയുന്നത്. ശിവം ശിവ, ശിവം എന്ന് പറഞ്ഞാൽ ശിവൻ, ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയാണ്. കാരണം ആ ദീർഘം വന്നു കഴിഞ്ഞാൽ സ്ത്രീരൂപായി, അപ്പോൾ ശിവ എന്ന് പറയും. കൃഷ്ണനെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയായിട്ട് മാറും, അത് സ്ത്രീരൂപം വരും. ദീർഘം വന്ന സ്ത്രീരൂപമാണ്. ശിവ എന്ന് പറഞ്ഞാൽ ദേവിയാണ്. അപ്പോൾ ദേവി എങ്ങനെയാണ് സന്തോഷിക്കുക? ദേവി സന്തോഷിക്കുന്നത് നേരെ പ്രദക്ഷിണപ്രിയോ ശിവ എന്ന് തന്ത്രശാസ്ത്രം പറയും. ദേവി പ്രസാദിക്കുന്നത് പ്രദക്ഷിണം കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവിയെ ഇങ്ങനെ വലം വയ്ക്കും തോറും ദേവി സന്തോഷിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വലം വെച്ച് കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ചോറ്റാനിക്കരയിലും മൂകാംബികയിലൊക്കെ 108 നേരെ പ്രദക്ഷിണം വെച്ചിട്ട് നേരെ കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചതായിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മകന് അതിൻ്റെ ജാതകത്തിൽ നേരെ ബുധന് മൗഢ്യമാണ്, പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, അവന് വേണ്ട പോലെ ബുദ്ധിയൊന്നും കിട്ടില്ല, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അവൻ്റെ മൂത്ത 2 മക്കളൊക്കെ തന്നെ, അവരുടെ മൂത്ത 2 മക്കൾ നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി. ഇവന് പഠിക്കാൻ മന്ദത വന്നപ്പോൾ ഒരു സ്ത്രീ നേരെ ചോറ്റാനിക്കരയിൽ പോയിട്ട് നേരെ ഞായറാഴ്ചയാണ് അവർക്ക് സൗകര്യം. അപ്പോൾ ഉച്ചപൂജ സമയത്ത് നേരെ ഇങ്ങനെ 108 പ്രദക്ഷിണം വയ്ക്കും. അപ്പോൾ കുറച്ച് നേരം നിൽക്കും, പിന്നെയും പ്രദക്ഷിണം വയ്ക്കും. അങ്ങനെ മുടങ്ങാതെ 108 പ്രദക്ഷിണം ഞായറാഴ്ച തോറും. അപ്പോൾ ഞായറാഴ്ച അവർക്ക് ഒഴിവായതുകൊണ്ട് ഞായറാഴ്ച ഒരു 36 കഴിഞ്ഞ് നിൽക്കും, പിന്നെ വീണ്ടും 36, പിന്നെ വീണ്ടും 36. അങ്ങനെ 108 പ്രദക്ഷിണം ചെയ്തിട്ട് ആ മകന് നല്ലപോലെ ബിടെക്കൊക്കെ പാസ്സായി, പിന്നെ ജോലിയൊക്കെ കിട്ടി. അപ്പം അത് നേരെ സന്തോഷിച്ചെന്താണ്, വേറെ വഴിപാടുകളില്ല, നെയ്പായസം അതേപോലെ ഗുരുതിയൊന്നുമല്ല. അമ്മ പ്രസാദിച്ചത് നേരെ പ്രദക്ഷിണപ്രിയോ ശിവ എന്നാണ് പറയുന്നത്. പ്രദക്ഷിണം ചെയ്താൽ ദേവി സന്തോഷിക്കുന്നതാണ് പറയുന്നത്. കാരണം എന്താണ്? കാരണം അമ്മ എല്ലാവർക്കും അമ്മയാണ്. ശിവ ഭഗവതി എല്ലാവർക്കും അമ്മയാണെന്നാണ്. അപ്പം അമ്മ സന്തോഷിക്കുന്ന എന്താണ്? കൊച്ചുകുട്ടികൾ അമ്മയുടെ ചുറ്റും വലം വയ്ക്കുമ്പോൾ കൊച്ചുകുട്ടികൾ ആരെയാണ്? അമ്മയും മകനും എന്ന മാതിരിയാണ് ദേവിയും ഭക്തന്മാരും. അപ്പോൾ ഭക്തന്മാർ ദേവിയുടെ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എന്താണ്? അപ്പോൾ അമ്മ സന്തോഷിക്കും. അപ്പോൾ അമ്മമാരായിരിക്കുന്നവരോട് ചോദിച്ചാൽ മതി, കൊച്ചുകുട്ടികൾ നേരെ 3-4 വയസ്സായിരിക്കുന്ന 5 വയസ്സായ കുട്ടികൾ അമ്മ ഇങ്ങനെ ഇങ്ങനെ ചുറ്റുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മ കയറി കൈകൊണ്ട് പിടിക്കും, ചേർത്തങ്ങോട്ട് പിടിക്കും മടിയിലേക്ക്. അതേമാതിരി തന്നെയാണ് മാതൃഭാവമാണ് അമ്മയ്ക്കുള്ളത്. ആ മാതൃഭാവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം എന്താണ്? കുട്ടികളിങ്ങനെ വലം വയ്ക്കുമ്പോൾ അമ്മ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് അവിടെ എവിടെയായാലും മൂകാംബികയിൽ പോയാലും ചോറ്റാനിക്കരയിൽ പോയാലൊക്കെ തന്നെ നേരെ പ്രദക്ഷിണം ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാധിക്കാത്ത കാര്യങ്ങൾ പോലും അവർക്ക് സാധിച്ചിട്ടുണ്ട്. വെറും പ്രദക്ഷിണം മാത്രമേ ചെയ്തുള്ളൂ. അതിങ്ങനെ അടിപ്രദക്ഷിണം വേണമെന്നില്ല, വെറുതെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നാൽ മതി. അതിനുശേഷം അമ്മയുടെ പുറകിൽ പോയി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അമ്മയുടെ മുൻപിൽ പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാളും സന്തോഷം അമ്മയ്ക്ക് പുറകിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവതമാർക്ക് എന്നാണ്. കാരണം നേരെ അമ്മയുടെ മുന്നിൽ നിന്ന് പറയുന്നതിലും കുട്ടികൾ, അത് നമ്മുടെ ഒരു സാധാരണ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. കൊച്ചുകുട്ടികൾ അമ്മയുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴതിനേക്കാൾ സന്തോഷം കുട്ടികൾ പുറകിൽ കൂടി കെട്ടിപ്പിടിക്കുമ്പോഴാണ്. അപ്പം അമ്മയുടെ പുറകിൽ കൂടി ഇങ്ങനെ കുട്ടി കെട്ടിപ്പിടിച്ചാൽ എന്താണ്? അമ്മയ്ക്ക് സന്തോഷം കൂടും. മുമ്പിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ സന്തോഷം പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുമ്പോഴാണ്. അതാണ് നേരെ പല ആൾക്കാരും നമുക്ക് കിഴക്കാവിൽ, ചോറ്റാനിക്കര കിഴക്കാവിൽ പോകുമ്പോൾ ആളുകൾ പുറകിൽ പോയിട്ടാണ് ഇങ്ങനെ തൊഴുവാൻ. മൂകാംബിയിൽ ഇങ്ങനെ പോകുമ്പോഴും നേരെ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് പുറകിൽ പോയിട്ട് തൊഴും. ചിലയിടത്തൊക്കെ മൂകാംബിയിലൊക്കെ പുറകിൽ പോയിട്ട് എഴുതും. പുറകിൽ പോയിട്ട് ഇങ്ങനെ അക്ഷരമാലയൊക്കെ എഴുതും, കുട്ടികളെ കൊണ്ട് എഴുത്തിനെഴുത്തും. അപ്പോൾ പഠിച്ച വിദ്യ മറക്കില്ല. കാരണം പുറകിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അമ്മയ്ക്ക് നേരെ പ്രിയമാണ് എന്നാണ്. അതാണ് പ്രദക്ഷിണപ്രിയോ, ആ സാക്ഷാൽ ഭഗവതി പ്രദക്ഷിണപ്രിയോ എന്നാണ് പറയുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നതാണ് ദേവിക്ക്. ഇതാണ് 5 ദേവന്മാര്. കലികാലത്തിൽ ഇവരെ ഇതേപോലെ ഉപാസിച്ചാൽ നമുക്ക് ഒരു ദോഷങ്ങളും വരില്ല. കലികാലത്തിലെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. അതാണ് നേരെ അത് പറയാനുള്ളതായിരിക്കുന്ന കാരണം. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഗണേശം ച ദിനേശം ച വിഷ്ണും ശിവം ശിവ എന്നങ്ങനെ പറയും. അതാണ് പഞ്ചദേവാർച്ചനം എന്ന് എടുത്തു പറയുന്നുണ്ട് പുരാണങ്ങളിൽ. പഞ്ചദേവാർച്ചനം
5 ദേവന്മാരെ അർച്ചന ചെയ്താൽ ആരാധിച്ചാൽ കലിദോഷങ്ങൾ മുഴുവനായിട്ട് ഇല്ലാതായിട്ട് കിട്ടും. അപ്പം അതുകൊണ്ടാണ് നേരെ ഈ 5 ദേവന്മാരെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്മരിക്കണം. അതിപ്പോൾ 5 ദിവസങ്ങളായിട്ടാലും ശരി, ഒരു ദിവസം തന്നെ 5 പേരെ നമുക്ക് ആരാധിക്കാം. അവരുടെ നാമങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഷ്ടോത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ചിട്ട് നാമങ്ങൾ ജപിച്ചാൽ മതി. ഒരു നാമം വെച്ചാൽ മതി, 2 നാമം ജപിച്ചാൽ മതി. ആ ദേവത പ്രസാദിക്കും. ഗണപതി മാത്രം ഹവനപ്രിയോ ഗണേശാണ്. ശിവൻ ആ ജലം കൊണ്ടിങ്ങനെ ധാര കോരണം, വിഷ്ണുവിന് അലങ്കാരം മതി. അതാണ് അതിലെ വ്യത്യാസം. സൂര്യനാണെങ്കിൽ നമുക്ക് നമസ്കാരം. അപ്പോൾ നമസ്കാരത്തിന് വലിയ ചിലവുള്ള കാര്യം, നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ കഴിയുന്നത് പോലെ നമസ്കരിച്ച് വരിക. അതാണ് സൂര്യൻ്റെ. ഇതാണ് കലികാലത്തിൽ പഞ്ചദേവാർച്ചനം എന്ന് പറയാനുള്ളതായിരിക്കുന്ന കാരണം.